ഗൈസ് ഞങ്ങൾ ഇന്ന് കോഴിക്കോട് പോവാണ്. പക്ഷെ 5 മണിക്ക് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ ഇറങ്ങുന്നായിരുന്നു. സമയം എഴുന്നേറ്റിട്ട് 6 മണി കഴിഞ്ഞിട്ടാട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരക്ക് ബാത്റൂം എല്ലാം ഫില്ല്. അപ്പോൾ അവന്മാർ വന്ന് അപ്പോൾ ഞങ്ങൾ എന്തായാലും കുളിച്ച് ഇപ്പോൾ രാവിലെ ഇറങ്ങി. അപ്പോൾ ഞാൻ കുളിക്കട്ടെ, കുളിച്ചിട്ട് വേഗം സെറ്റായിട്ട് ചടുപിടുന്നേരം പോട്ടെ കേട്ടോ. ഇവന്മാരെ സെറ്റപ്പൊക്കെ വേഗം കഴിയും. കുളി പോലും ഉണ്ടോ എനിക്കറിയില്ല, പക്ഷെ നമുക്ക് കുളിക്കണ്ടേ. എന്തായാലും ഞാൻ കുളിച്ചിട്ട് സെറ്റാവട്ടെ. ഞങ്ങൾ അങ്ങനെ 6 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുന്നേറ്റത് 6 മണിക്കും 6 മണി കഴിഞ്ഞിട്ടും 7 മണിക്ക് എഴുന്നേറ്റ്. അതായത് അത് മയിലല്ല, കൊളക്കോഴിയോ എന്താ, ദൈവത്തിന്റെ കോഴി അങ്ങനെ പറയല്ലോ. അപ്പൊ ഞങ്ങൾ പോകുന്നത് 7 മണിക്കാണ് കേട്ടോ. വളരെ മഞ്ഞുണ്ട്. വരുന്നുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒരു കട്ടൻ ചായ, അവിടെ പാൽ ചായ, സമൂസ. ഞങ്ങളാരും കഴിച്ചില്ല, ഞങ്ങൾ വയറ് കാര്യമാക്കിയിട്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇവിടെയാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട്. പക്ഷെ ഞാനും ആദരൊന്നും കഴിച്ചില്ല. ഞങ്ങൾ വയറ് കാലിയാക്കിയിട്ടിരിക്കുക. ഞങ്ങൾ ബുദ്ധി കളിച്ചിരിക്കുന്നു. കാരണം നമ്മളിന്ന് ഫുഡാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഐറ്ററി എന്ന് പറഞ്ഞാൽ ചന്ദ്രേട്ടൻ്റെ കട, പിന്നെ വേറെ ഏതൊക്കെ കട, പിന്നെ കൂന്തൽ, മറ്റേ കക്ക, അതൊക്കെ. ഇവിടെ ഇങ്ങനെയൊക്കെ വമ്പൻ സെറ്റപ്പ് ആക്കിയിരിക്കണം കേട്ടോ. ഞാൻ ഇതിനൊക്കെ ശേഷം ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ സംഭവം സെറ്റായിട്ടല്ലേ. ഹൈവേ നല്ല കിട്ടിയിലെ ഹൈവേ ഒക്കെയാണ്. ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞേ. ഇനാഗ്രേഷൻ കഴിഞ്ഞ ഇവിടെ അറിഞ്ഞ പുറഞ്ഞ വണ്ടികളായിരിക്കും. എൻ്റെ അമ്മേ, ഫുൾ സെറ്റ് റോഡ്. ഒരൊറ്റ പോക്ക് കണ്ടു പോക്ക് പോയാൽ മതി.
അവരെ കാണാനില്ലല്ലോ. നല്ല റോഡാണ് ഇത്. എവിടുന്ന്? തിരുവനന്തപുരം ടു കാസർഗോഡ്. അവന്മാര് ബാക്കി വരുന്നുണ്ട്. മണ്ണൊക്കെ കിടക്കുകയാണ്. ദൈവമേ, കണ്ണൻ ബൈക്കിലാട്ടോ പോകുന്നത്. ഇവര് സ്വിച്ച് ചെയ്ത് ആദ്ര സ്കൂട്ടി, കണ്ണൻ ബൈക്കും. അയ്യോ, രാവിലെയാണ് വണ്ടി ഓടിച്ചു പോകുന്നു. അങ്ങനെ നമ്മള് കോഴിക്കോട് എത്തി. അടുത്ത ടോപ്പ് ക്ലാസ്. വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. നമ്മള് ചന്ദ്രേട്ടന്റെ ചായക്കടയ്ക്ക് പോവാണ് കേട്ടോ. ആൽഫിൻ മാപ്പ് ഇട്ടെന്റെ തോന്നില്. ഞങ്ങൾ അവന്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇനി ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ പോയിട്ട് ചായയും കടിയൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കാം. നമ്മള് കട എത്താറായിട്ടോ. നേരെ നല്ലവര് പറയുന്നത്. പക്ഷെ ഏതോ ഒരു ഇടവഴി പോലത്തെ ഒരു വഴി കൂടെയാണ് പോകുന്നത് കണ്ടിട്ട്. ചന്ദ്രേട്ടന്റെ ചായക്കട പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ആൾക്കാര് ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ആൾക്കാരുണ്ട് കേട്ടോ. പാർക്കിംഗ് ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മ ഇപ്പൊ തന്നെ ഇത്ര നേരത്തെ ഇവിടെ തിരക്കൊന്നും ഇല്ല കേട്ടോ അല്ലേ. ഇങ്ങനൊരു ഇടവഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴേ ഇത്ര നേരത്തെ ഏതോടെ തീരെ തിരക്കില്ല. ആതിരെ ഇന്ന് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് സെറ്റാവും. എടാ ഈ കണ്ണാട എടുത്ത് വെച്ചോ. എന്തുകൊണ്ടേക്ക് ബുദ്ധി നേരത്തെ തോന്നിയില്ല ഗ്ലാസ് വെക്കാൻ? മാങ്ങാത്തോലി കണ്ണിന്ന് വെള്ളം വന്നിട്ടേ. ഇപ്പം നമ്മൾ കടയിലെത്തിയിട്ടാ. ഇനി ഇവിടെ തിരക്ക്, നല്ല തിരക്കുണ്ട്. രാവിലെ തന്നെ 9:30 തോന്നുന്നു. 9:30 നല്ല തിരക്കാണ്. നമുക്ക് പോയൊക്കെ സീറ്റ് കിട്ടിയാൽ മതി.
ചന്ദ്രേട്ടൻ്റെ ചായക്കട. നല്ല തിരക്കാണ്. പോട്ടെ. നമുക്കങ്ങനെ സീറ്റ് ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ അയില വന്നു. നമ്മുടെ പുഴുക്ക് വന്നു. പുഴുക്കൊരു രക്ഷയില്ല കേട്ടോ. ഇത് കേദർ വാങ്ങിയിട്ട് അവര് നല്ലൊരു തട്ട് കെട്ടിയിട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. നല്ല ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പുഴുക്കും അതിൽ ആ മീൻ്റെ ഗ്രേവി ടേസ്റ്റ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഫുഡ് കഴിച്ച് വയ്യാണ്ട് അത്രേ ഉള്ളൂ. അല്ല നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. മൊത്തം 670 അതൊക്കെ എന്തോന്ന് പേര് സംഭവം അവിടെ പാലം പണി നടക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അക്ഷരത്തിൽ. എന്നിട്ട് വലിയ ഹെവി വണ്ടീസ് ആയിട്ട് ഒരു KSRTC ഗൈസ്. എന്നും നമുക്ക് പറ്റുന്ന പണി ഇന്നും പറ്റി. വണ്ടിയുടെ ബ്രേക്ക് ജാമായി. നമ്മൾ മൂന്നാർ പോയപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. അപ്പോൾ അതാ വർക്ക്ഷോപ്പ് തപ്പ കേട്ടോ ആസ് യൂഷ്വൽ. ഇത് അവിടെ വർക്ക്ഷോപ്പ് തപ്പി ഒരാൾ പോയിട്ടുണ്ട്. നമ്മളെ വണ്ടി ബ്രേക്ക് ജാമായി. പ്രാവശ്യം കാറായിരുന്നു, പ്രാവശ്യം ബൈക്ക്. അയ്യോ മറ്റേ വാഴാനി പോകുമ്പോ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഒറ്റമൈലില് ഇനി പോണ സമയത്ത് നിന്ന് പിന്നെ മൂന്നാർ പോയപ്പോ നമുക്ക് മുട്ടം പണി കിട്ടി. അപ്പൊ ഇവിടെ വന്നപ്പോഴും നമുക്കെന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളെ മെക്കാനിക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സംഭവം ടാസ്ക് എന്താ വെച്ചാൽ നമ്മൾ 10:45 സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗാലറിയ മാളിൽ. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ സംഭവം സമയം എന്തായി ഇപ്പൊ സമയം ആയി തുടങ്ങി കേട്ടോ. നമുക്ക് ചിലപ്പോൾ മിസ്സാവും തോന്നുന്നു. 10:30. വാവ്, സിനിമ മിസ്സായി. ഇവര് മറ്റേ സ്പാനർ ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ ഓട്ടോക്കാരുടെ അടുത്തേക്ക്. പക്ഷെ ഇല്ലെന്ന് തോന്നുന്നു. കണ്ടോ, സംഭവം കിട്ടിയില്ല. നല്ല ചേട്ടൻ ചെയ്തു തരുന്നുണ്ട്. അപ്പം ആള് വിളിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ നമുക്ക് റെഡി ആയി കഴിഞ്ഞാൽ സെറ്റാണല്ലോ. ഇത് ടൈറ്റ് ആയിരിക്കാന്നാണ് പറഞ്ഞപ്പോൾ ആ ഓട്ടോ ചേട്ടൻ ഇത് കൂടെ പോകണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ചേട്ടൻ ചെയ്തു തരികയാണ് കേട്ടോ. നല്ല മനുഷ്യൻ. നിക്ക് നോക്കട്ടെ. താങ്ക് യു ചേട്ടാ.
അത് ട്രൈ ചെയ്തു കേട്ടോ. പക്ഷെ അത് എന്തോ കറക്റ്റ് ആയില്ല. അപ്പം നമുക്ക് ആളെ തന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നല്ലോ. 10:40. അങ്ങനെ വണ്ടി സെറ്റ് ആയിട്ടുണ്ട് തോന്നുന്നു. ആൽഫിൻ ടെസ്റ്റ് റൈഡിന് പോയി. സ്വത്ത് മറ്റേ വർക്ക്ഷോപ്പ് താളേനെ കൊണ്ടാക്കാൻ പോയി കേട്ടോ. നമ്മളിത് ഇവിടെ മാളിൻ്റെ അവിടെ എത്തിയിട്ടോ. 10:40 സിനിമ. അപ്പോൾ 10:30 കഴിഞ്ഞു. മാള് തുടങ്ങിയിട്ടാവും എത്തുണ്ടായാലും. അവരിതുവരെ എത്തിയിട്ടില്ല. അതാ വരുന്നത്. അവന്മാർ 2 അതാ. ഫോർത്ത് ഫ്ലോറിലാണ് കേട്ടോ നമ്മളെ സിനിമ. അവന്മാര് പാർക്കിങ്. അവന്മാര് എപ്പോഴാണ് 10 വിളിച്ചേ? 10 മിനിറ്റ് നമ്മൾ ലേറ്റ്. ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ എന്തായാലും മിസ് ചെയ്തു. അപ്പം 15 മിനിറ്റത്തെ കഥ സിനിമ എങ്ങാനും മാറിയിട്ടുണ്ടാവണേ. അവന്മാര് എസ്കലേറ്റർ കയറിയിട്ടാണ് വന്നത്. നമുക്കെന്തായാലും കയറാം. ആൽഫിനെ അവരെ കൂട്ടിയിട്ട് വരും. സിനിമ തുടങ്ങി. ഗൈസ്, നമ്മൾ സിനിമ കണ്ട് ഇറങ്ങി. നല്ല സിനിമ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ചിരിക്കാനും ഉണ്ട്, കുറച്ച് ഇമോഷണലുമാണ്. എന്നാലും നമ്മൾ പുറത്തിറങ്ങി. എന്തായാലും ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ 2 പാർട്ടാക്കിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും.